ചോദ്യം വായിക്കുക. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് വീതം കിട്ടുന്നു. ഓരോ തെറ്റ് ഉത്തരത്തിനും 1 മാർക്ക് വീതം കുറക്കുന്നു. 100 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയപ്പോൾ 100 മാർക്ക് കിട്ടി എങ്കിൽ ശരിയായി ഉത്തരം എഴുതിയ ചോദ്യങ്ങളുടെ എണ്ണം എത്ര? ഇപ്പം നിങ്ങളാണ് ഈ പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എത്ര? 100 ചോദ്യമുണ്ട്. നിങ്ങൾ ആ 100 ചോദ്യവും ഉത്തരം എഴുതി. അതിൽ കുറേ എണ്ണം ശരിയായിരുന്നു, കുറേ എണ്ണം തെറ്റായിരുന്നു. ശരിയായ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് 4 മാർക്ക് വീതം കിട്ടി. തെറ്റായ ചോദ്യത്തിനൊക്കെ ഓരോ മാർക്ക് വീതം കുറഞ്ഞു. ഇപ്പം 100 ചോദ്യത്തിൽ ഇപ്പം നിങ്ങളൊരു 30 ചോദ്യം ശരിയായി എഴുതിയെന്ന് വിചാരിക്കുക. ബാക്കി എത്ര ചോദ്യമുണ്ട്? 100 - 30 70 ചോദ്യം എന്തായിരിക്കും? തെറ്റായിരിക്കും. അപ്പോൾ ആ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എത്രയാണോ ശരി 100 - അത് അത്രയും തെറ്റുണ്ടാകും കേട്ടോ. അപ്പോൾ 30 ശരിയുണ്ടെങ്കിൽ 30 എണ്ണമാണ് ശരി എഴുതിയെങ്കിൽ 70 തെറ്റായിരിക്കും. അപ്പോൾ 100 - 30 70 തെറ്റായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നു എക്സ് ഉത്തരങ്ങൾ എനിക്ക് ശരിയായി ലഭിച്ചു. അപ്പോൾ എത്ര തെറ്റായിട്ട് കിട്ടി? 100 - എക്സ് ചോദ്യങ്ങൾ എനിക്ക് തെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാര്യം എത്രയാണ് ആകെയുള്ളത്? 100 അപ്പം ശരിയായിട്ട് എക്സ് എണ്ണം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയെങ്കിൽ നമുക്ക് പറയാം അടുത്ത എന്തായിരിക്കും? 100 - എക്സ് ഉത്തരങ്ങൾ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ ശരിയായി എഴുതിയ എക്സ് ഉത്തരങ്ങൾക്ക് എല്ലാത്തിനും എത്ര മാർക്ക് വെച്ച് കിട്ടി? 4 മാർക്ക് വീതം കിട്ടി. തെറ്റായ 100 - എക്സ് ചോദ്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ എത്ര മാർക്ക് വെച്ച് പോയി? -1 മാർക്ക് വെച്ച് പോയി. അങ്ങനെ എനിക്ക് എക്സ് ഉത്തരങ്ങൾക്ക് 4 മാർക്ക് വീതവും പിന്നെ 100 - എക്സ് ബാക്കിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം 1 മാർക്ക് വീതം പോകുകയും ചെയ്തു. അതെല്ലാ മാർക്കും കൂടെ കൂട്ടിയപ്പോഴാണ് എനിക്ക് എത്ര ആകെ കിട്ടിയിരിക്കുന്നത്? 100 മാർക്ക് കിട്ടിയിരിക്കുന്നത്. ശരിയായ ഉത്തരങ്ങളുടെ മാർക്കും തെറ്റായ ഉത്തരങ്ങളുടെ മാർക്കും എല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഫൈനൽ മാർക്ക് കിട്ടുക. ഫൈനൽ മാർക്ക് എത്രയാണ്? 100 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. എങ്ങനെയാണ്? 4 × x എന്നുള്ളത് 4x ആണ്. ഇവിടെ 100 × -1 ആണ് കേട്ടോ. 100 × -1 -100. ഇനി -x × -1 എന്ന് വെച്ചാൽ +x, അതാണ് 100 എന്ന് പറയുന്നത്. കണ്ടോ? അപ്പുറത്തുള്ള 100 വ്യത്യാസമില്ല. ഇനി ഇവിടെ ഈ 4x-ഉം 1x-ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 5x എന്ന് കിട്ടുന്നു. അപ്പുറത്തൊരു 100 കിടപ്പുണ്ട്. ഈ -100നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +100 എന്നായി. കണ്ടോ? അപ്പോൾ 5x = 200 എന്ന് കിട്ടി. അപ്പോൾ x എത്ര കിട്ടി? 200/5. 200/5 എത്ര? 40. ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് 40 ചോദ്യങ്ങൾ ശരിയായി എഴുതി. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിലയിട്ട് കൊടുത്തേ. 40 ചോദ്യങ്ങൾ ശരിയായി എഴുതിയപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 40 × 4 160 മാർക്ക് കിട്ടി. 40 ചോദ്യങ്ങൾ ശരിയായപ്പോൾ 60 ചോദ്യങ്ങൾ തെറ്റായില്ലേ? 60 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതം പോയി. അപ്പോൾ 60 മാർക്ക് കുറഞ്ഞു. 160 കിട്ടിയായിരുന്നു, 60 മാർക്ക് പോയി. മിച്ചം എത്ര മാർക്കുണ്ട്? കണ്ടോ? 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ശരിയായ ചോദ്യങ്ങളുടെ എണ്ണം 40, തെറ്റായ ചോദ്യങ്ങളുടെ എണ്ണം 60. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ശരിയായി ഉത്തരം എഴുതിയ ചോദ്യങ്ങളെന്നാണ്. അപ്പം ഉത്തരം എത്രയാണ്? 40 എന്നാണ് നമ്മുടെ ആൻസർ.